ചേട്ടൻ ഈ ഭൂതം പ്രേതം എന്നുള്ള പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കുള്ള തന്നെയാണോ? അതുപോലെ തന്നെ ഈ ബാധ കയറുക ഇതൊക്കെ സത്യത്തിൽ ഉള്ളത് തന്നെയാണോ? അതോ വെറും കിട്ടിയതിൽ മാത്രമാണോ? നമ്മുടെ കേരളത്തിൽ സാധാരണ രീതിയിൽ കണ്ടുവരാറുണ്ടല്ലേ ഈ പറഞ്ഞിരിക്കുന്ന മരിച്ചുപോയ ആൾക്കാരുടെ സ്വഭാവം. അടുത്ത കൊച്ചുമോള് കാണിച്ചു, കൊച്ചുമോൻ കാണിച്ചു, ശരിക്കും ബാധ കയറി എന്ന് പറയുന്നല്ലേ. പിന്നെ ബാധ ഒഴിപ്പിക്കല് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഇങ്ങനത്തെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഇതിനൊരു സയൻസ് ഉണ്ട്. ഇതെന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയാനൊരു കാരണമുണ്ട്. നീ കേട്ടിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. ആ എക്സ്പീരിയൻസ് ത്രൂ ഞാൻ ഇതിന്റെ സയൻസ് പറയാം. ആലപ്പുഴ ജില്ലയില് ഒരു വീട്ടില് ഒരു 13 വയസ്സുള്ള കുട്ടി ഈ പറഞ്ഞിരിക്കുന്ന ബാധ കയറി, അതായത് മരിച്ചുപോയ അമ്മൂമ്മയുടെ ബാധ കയറി എന്ന് പറഞ്ഞൊരു കോൾ വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഇത് റിസർച്ച് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹമാണ് ഈ പറഞ്ഞിരിക്കുന്ന പാരസൈക്കോളജി റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പ്ലസ് അവിടുത്തെ മെഡിക്കൽ കോളേജുമായിട്ടും അവിടുത്തെ സൈക്കാട്രിക് വിഭാഗത്തിൽ ഇത് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ കുട്ടീനെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം 13 വയസ്സാണ് കുട്ടിക്ക്. അപ്പൊ കുട്ടി അവിടെ പോകുന്ന സമയത്ത് വിത്ത് പോലീസാ പോവാം. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തെങ്കിലും ടോർച്ചർ ഉണ്ടായിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ, കാരണം ഇത് പോക്സോ ആണ്. അപ്പോൾ എന്തായാലും പ്രൊഫസർ ഉൾപ്പെടുന്ന ടീം അവിടെ പോകുന്നു. അപ്പൊ ഈ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു സീനിയർ ഉണ്ട്. സീനിയർ എന്ന് പറഞ്ഞാൽ നല്ല 6 അടി പൊക്കം, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാള്. അതിന്റെ കൂടെ തന്നെ ഒരു സീനിയർ ചേച്ചി ഉണ്ട്, പിന്നെ ഒരു അറ്റൻഡർ ഉണ്ട് കുട്ടിയെ കൊണ്ടുവരാനുള്ള, പിന്നെ പ്രൊഫസർ ഉണ്ട്, പോലീസ് ഉണ്ട്. പോലീസിൽ ആ SI പിന്നെ SIയുടെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ പോയപ്പോൾ കുട്ടി കുഴപ്പമൊന്നുമില്ല, കാരണം വീട്ടുകാർ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുക അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ സമയത്ത് കുട്ടിയെ റൂമിൽ അടച്ചിട്ടിരിക്കുക, കാരണം കുട്ടി കുറച്ച് വയലന്റ് ആയപ്പോൾ റൂമിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക. അവിടെ എത്തി ആ കൊച്ചിന്റെ റൂം തുറന്നപ്പോൾ കൊച്ചിങ്ങനെ പതിയെ ബെഡിൽ നിന്ന് എണീറ്റ്, കുഞ്ഞു ബെഡിലിട്ടിരിക്കുക. അപ്പൊ 13 വയസ്സൊന്നും കുട്ടിയെ കണ്ടാൽ ഫീൽ ചെയ്യില്ല. 8 വയസ്സുണ്ട്, കുറച്ച് ലീനായൊരു കൊച്ച, ഒരു പെറ്റിക്കോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ എണീറ്റിട്ട് പറഞ്ഞു, എന്തിനാ അച്ഛൻ അങ്ങനെ അടച്ചിടുന്നത്, എനിക്ക് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇത് കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ അങ്കിൾമാരൊക്കെ മോളും കാണാൻ വന്നതാണ്, നമുക്കൊരു സ്ഥലം വരെ പോവാം, പിന്നെ നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്നെ കളിക്കാൻ വിടണമെന്ന് പറഞ്ഞു. വിട്ടില്ല, എന്നെ അമ്മ റൂമിൽ അടച്ചിട്ടു, സോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഡയലോഗ് പറയുമ്പോഴും ഈ പ്രൊഫസർ കുറച്ച് വൺ സ്റ്റെപ്പ് ബാക്കോട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ കൊത്തി എങ്ങാനും വയലന്റ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ഈ അറ്റൻഡർ ചേട്ടൻ മുന്നോട്ട് നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ സീനിയർ ചേട്ടൻ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. കാരണം കൊച്ചു വയലന്റ് ആണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ചാൽ മതി, കൊച്ചു അനങ്ങൂടില്ല. കാരണം പുള്ളിയെ കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചു വളരെ കുഞ്ഞാ. അങ്ങനെ ആ സീനിയർ ചേട്ടൻ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കൊച്ചിനോട് വീണ്ടും ചോദിച്ചു, മോളെ വാ നമുക്ക് പുറത്തു പോവാം എന്ന് വീണ്ടും അച്ഛൻ പറഞ്ഞു. കുട്ടി ഒന്നുകൂടി ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്നുള്ളത്. അപ്പോ ആ പ്രൊഫസർ സാറ് പറഞ്ഞു, മോളെ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചതാ, നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞു. ആക്ച്വലി അത് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കുട്ടി ശരിക്കും പോസിറ്റീവ് റിപ്ലൈ ആണ്. കുട്ടി വീണ്ടും ദേഷ്യപ്പെടുക ചെയ്തത്, എനിക്ക് വരുന്നില്ല ഞാൻ, തീർച്ചയായിട്ടും നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നു. അത് പറയുമ്പോഴും വൺ സ്റ്റെപ്പ് പുറകോട്ട് ഈ പറഞ്ഞ പ്രൊഫസർ നിൽക്കുന്നുണ്ട്. സീനിയർ ചേട്ടൻ അടുത്തെത്തി, ഏകദേശം അടുത്തെത്തി. വീണ്ടും പറഞ്ഞു, മോളെ എന്തായാലും പോണം എന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അതോടുകൂടി ആ കുഞ്ഞ് അവിടുന്ന് ചാടി എണീറ്റിട്ട് ആ ബെഡ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു. അതോടെ ടപ്പ് എന്നുള്ള ശബ്ദം ഉണ്ടായി. റൂം നിറയെ ഒരു ഭീകരാന്തരീക്ഷം. ഏകദേശം പ്രൊഫസർ വൺ സ്റ്റെപ്പ് വെച്ച് വാതിലിനടുത്തെത്തി, പുള്ളി ചാടി പുറത്തിറങ്ങി. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ തൊട്ടടുത്ത എല്ലാവരും പല വഴിക്ക് ചാടി. ആ സീനിയർ ചേച്ചിയൊക്കെ ജനലിലൂടെ ചാടി രക്ഷപ്പെട്ടു. ഈ ചേട്ടൻ തൊട്ടടുത്തെത്തിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുക. എന്നിട്ട് ആ കൊച്ചു ബോധം കെട്ടി വീണു. ആ കൊച്ചു അവിടെ നിന്ന് എണീറ്റിട്ട് ബോധം കെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ബോധം കെട്ടേനെ. കാരണം അത്രയും പാനിക്കായി, റിയാക്ഷനായി. എന്നിട്ട് ആ കുട്ടിയെ എടുത്തു, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റിലേക്ക് എത്തി. ആ കുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചു. ഒരു കുഴപ്പമില്ല, ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട് അയാൾ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ബാധ കയറി, ഭൂതം കയറി എന്നൊക്കെ പറയുന്നതിന് സയൻസും സൈക്കോളജിയും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. സൈക്കോളജിക്കൽ ഡിസോർഡറിൽ തന്നെ ഇത്തരം കാര്യങ്ങളെ ഒരുപാട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതിലൊരു കാറ്റഗറിയാണ് സൈക്കോളജിക്കൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ റിഗ്രഷൻ ഇതുമായി ബന്ധമില്ല, പക്ഷെ ചെറിയ കണക്ഷൻ ഉണ്ട്. കാരണം 24 വയസ്സ് 25 വയസ്സാകുമ്പോൾ 18 വയസ്സിലേക്ക് തിരിച്ചു പോകുന്നു, മെന്റലി തിരിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ് സൈക്കോളജിക്കൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഡിസോർഡർ ഉണ്ട്, DID എന്ന് വിളിക്കുന്നുണ്ട്, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അഥവാ DID എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആക്ച്വലി ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ തന്നെ ഡിസോസിയേറ്റീവ് ട്രാൻസ് ഡിസോർഡർ എന്നൊരു പരിപാടിയുണ്ട് നമ്മുടെ മനുഷ്യത്താഴൊക്കെ. അതായത് മരിച്ചുപോയ പല ആൾക്കാരുടെ സ്വഭാവം നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ അത് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതുപോലെയൊക്കെ റിയാക്ട് ചെയ്യുന്ന, പ്രതികരിക്കുന്ന ഒരു അസുഖം, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസോസിയേറ്റീവ് ട്രാൻസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഇതിന്റെ പുറകിലുള്ള സയൻസ് എന്ന് പറയുന്നത്. പാരസൈക്കോളജിയിൽ ഞാൻ ഓൾറെഡി പറയാറുണ്ട്, സ്റ്റോൺ ടാപ്പ് തിയറി, റെസിഡുവൽ എനർജി. ഇത് രണ്ടും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പാരസൈക്കോളജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വേർഡാണ് ടെലിപ്പതിക് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്.
ഇത് ഞാൻ പറഞ്ഞല്ലോ, പാരസൈക്കോളജിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക, പ്രധാനമായിട്ടും സയൻസിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്ന, ഇത്തരം രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്ന കുട്ടികളെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചില ഡിസോർഡേഴ്സിനെ നമ്മൾ ഇപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാണുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വ്യക്തമായ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇതിന്റെ സിമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ, ഇത്ര സാക്ഷരത കേരളത്തിൽ നേരിടേണ്ടി വരാറുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് DM ചെയ്യുക. സോ താങ്ക് യു.